ഇതായിരിക്കട്ടെ, എല്ലാവരും വന്നോ? എല്ലാരും വന്നാച്ചാ കഥ പറയൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ധീര യോദ്ധാവിന്റെ കഥയാണ്. ശക്തനും ധീരനുമായ സാംസന്റെ കഥ. സഞ്ജു സാംസണോ? അല്ലല്ല, ഇസ്രായേൽ ജനത്തിനെ ഫെലിസ്തീനിൽ നിന്ന് രക്ഷിക്കാൻ പടപൊരുതിയ ധീരനായ യോദ്ധാവായിരുന്നു സാംസൺ. 100 ആനകളുടെ കരുത്തുണ്ടായിരുന്നു സാംസന്. വീഞ്ഞോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ സാംസൺ കഴിക്കില്ലായിരുന്നു. തലയിലോ രോമത്തിലോ ശൗര്യക്കെട്ട് തുടങ്ങുന്നത് അവന് നിഷിദ്ധമായിരുന്നു. കാരണം സാംസൺ നാസീർ വൃന്ദക്കാരനായിരുന്നു. സാംസന്റെ കഥ ശ്രദ്ധിച്ചെന്ന് കേട്ടോളൂ. വന്ദനം പ്രഭു. എവിടെ സാംസൺ? അത് പ്രഭു. എവിടെ സാംസൺ? അവനെ ബന്ധിക്കാൻ പോയ നമ്മുടെ 100 കണക്കിന് ഭടന്മാരുടെ പ്രഭു, അവരെല്ലാം സാംസൺ കൊന്നുകളഞ്ഞു. എങ്ങനെ? ചത്തുപോയ കഴുതയുടെ താടിയിൽ ഉപയോഗിച്ച് സാംസൺ നമ്മുടെ ഭടന്മാരെ അടിച്ചു കൊന്നു. എന്നെ കുട്ടിയാക്കാൻ നോക്കുമ്പോൾ കഴുത കൊല്ലുന്ന നമ്മുടെ 100 കണക്കിന് ഭടന്മാരെ അവൻ ഒറ്റയ്ക്ക് കൊന്നു കളഞ്ഞു. നമ്മുടെ ഭടന്മാർ സാംസനെ വളഞ്ഞെങ്കിലും മതമിളകിയ ആനയെപ്പോലെ അവരെ എല്ലാം സാംസൺ അടിച്ചു കൊന്നു. പ്രഭു, സാംസൺ എന്തോ അമാനുഷിക ശക്തി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഉടനെ സംശയിക്കണ്ട. ശക്തി കൊണ്ട് ജയിക്കാൻ സാധിക്കാത്തടത്ത് ബുദ്ധി പ്രയോഗിക്കണം. വിവേകത്തോട് ചിന്തിച്ച് ഒരു വഴി കണ്ടെത്തണം. നമ്മുടെ കൃഷി അവൻ നശിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ ഭടന്മാരെ കൊന്നു. ഇങ്ങനെ പോയാൽ നാളെ നമ്മളെ അവൻ ഭരിക്കും. പ്രഭു, സാംസന്റെ കാമുകി ദലീല സോറോദേശക്കാരിയാണ്. കൂടാതെ ഫെലിസ്ത്യ വംശജയും. സാംസൺ അവളെ കാണാൻ ഇടയ്ക്ക് വരാറുണ്ടല്ലോ. എങ്കിൽ അവളെ സ്വാധീനിച്ച് വഴങ്ങുന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി സാംസൺ ശക്തിയുടെ രഹസ്യം കണ്ടുപിടിക്കും. ആജ്ഞ പോലെ. ആരൊക്കെയായി വന്നിരിക്കുന്നത്? എന്താണാവോ വിശേഷിച്ച്? ദലീലെ വിളിക്ക്. മോളെ ദലീല. ഫിലിസ്തീയ വംശജയായ നീ ഗോത്രവാദക്കാരനായ മനോയുടെ മകനായ സാംസനുമായിട്ട് അടുപ്പത്തിലാണെന്ന് കേട്ടു. അത് സാംസണിനെ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി. അവനുമായി അടുപ്പം സ്ഥാപിച്ച് നീ നമ്മുടെ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്നെ കൊന്നുകളയാനാണ് പ്രഭുവിന്റെ കൽപ്പന. അവൾക്ക് മരിക്കാൻ ഭയമാണെങ്കിൽ പറ. എന്താണ് സാംസന്റെ അമാനുഷിക ശക്തിയുടെ രഹസ്യം? നമ്മുടെ 100 കണക്കിന് ഭടന്മാരെയാണ് അവൻ ഒറ്റയ്ക്ക് കൊണ്ടുകളഞ്ഞത്. എനിക്കറിയില്ല. ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും സാംസൺ ആ രഹസ്യം എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ആ രഹസ്യം കണ്ടുപിടിച്ചു തരാം. ഇതാ ഈ സമ്മാനം ഇരിക്കട്ടെ. അവന്റെ ശക്തിയുടെ രഹസ്യം കണ്ടുപിടിച്ചു തന്നാൽ അവളെ കൊല്ലാതെ വിടാം. കൂടാതെ കൈ നിറയെ സമ്മാനങ്ങളും. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വരും. ദലീല, ഇനി സാംസൺ വരുമ്പോൾ നീ അവനെ വശീകരിച്ച് അവരുടെ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കണം. സാംസണെ വഞ്ചിക്കാൻ എനിക്ക് പറ്റില്ല. വഞ്ചനയോ? നമ്മളല്ലേ ഫെലിസ്തീനെ വഞ്ചിക്കുന്നത്? സാംസന്റെ കയ്യാലെ നമ്മുടെ എത്ര സഹോദരന്മാരാണ് മരണപ്പെട്ടത്. നമ്മുടെ ശത്രുവിനെയാണ് നീ സ്നേഹിക്കുന്നത്. വിവാഹം കഴിഞ്ഞവൻ നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ സൗന്ദര്യവും ശരീരവും കണ്ടിട്ടാണ്, അല്ലാതെ ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല. മോളെ, ഇനി സാംസൺ വരുമ്പോ നീ അവന്റെ അടുത്ത് കൂടി പരിഭവം പറയണം. എന്നിട്ട് തഞ്ചത്തിൽ അവന്റെ ശക്തിയുടെ ആ രഹസ്യം മനസ്സിലാക്കണം. അങ്ങനെ ഫെലിസ്തീനയുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ അഭിമാനം വീണ്ടെടുക്കണം. കൂടാതെ കൊട്ടാരത്തിൽ നിന്നുള്ള സമ്മാനങ്ങളും.
ഞാൻ യുദ്ധത്തിലായിരുന്നു. 100 കണക്കിന് ഫിലിസ്തീനെയാണ് ഞാൻ ഈ കൈകൾ കൊണ്ട് കൊന്നുകളഞ്ഞത്. യുദ്ധം കഴിഞ്ഞ് വന്നതല്ലേ, ഈ വീഞ്ഞു കുടിക്കും. ദലീല, ഞാൻ വീഞ്ഞോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കുടിക്കാറില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഇത് എന്റെ കൈകൊണ്ടുണ്ടാക്കിയ വീഞ്ഞ, കഴിക്കുന്നേ. അതെ, എന്താ എന്താണ് അങ്ങയുടെ ശക്തിയുടെ രഹസ്യം? പറയുന്നേ. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ പറയില്ലേ? ദലീല, ഞാൻ നാസ്രക്കാരനാണ്. എന്റെ ശക്തി ഇരിക്കുന്നത് എന്റെ മുടിയിലാണ്. അതിനാൽ മുടി മുറിച്ചു മാറ്റിയാൽ എനിക്ക് ശക്തി നഷ്ടപ്പെടും. ദലീല, നിന്നെ സ്നേഹിച്ച എന്നെ നീ വഞ്ചിച്ചുവല്ലേ? എന്നെ വിശ്വസിച്ച ജനത്തെയും എനിക്ക് ശക്തി തന്ന ദൈവത്തെയും